ഡൽഹിയിലെ ചെങ്കോട്ട പരിസരത്ത് നടന്ന സ്ഫോടനത്തിൽ 8 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതിൽ ഇപ്പോൾ 20-ലധികം പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. സ്ഥലത്ത് ഇപ്പോൾ പരിശോധനകൾ ഉൾപ്പെടെ നടക്കുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് 6:55 സ്ഫോടനമുണ്ടാകുന്നത്. അതിൽ തന്നെ 8 പേരുടെ മരണം സ്ഥിരീകരിച്ചിരുന്നു. ഇന്നലെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയും ഉൾപ്പെടെ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. ഒരു ഹ്യുണ്ടായി i20 കാർ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. അത് പുൽവാമ സ്വദേശിയുടേതാണ് നിലവിൽ എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. അത് നേരത്തെ ഹരിയാന സ്വദേശിയുടേതായിരുന്നു. അയാൾ നൽകിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ കാർ പുൽവാമ സ്വദേശിക്ക് വിൽപ്പന നടത്തിയെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിലൊക്കെ എന്താണ് ഇതിന് കാരണം, അല്ലെങ്കിൽ ഈ വിൽപ്പന എന്തെങ്കിലും ആസൂത്രിതമായ നീക്കങ്ങൾ ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത്. ഈ കാറിൽ സ്ഫോടനം നടന്ന കാറിൽ 3 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ആ 3 പേരും കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. കൃത്യമായ ആസൂത്രണം ഈ ആക്രമണത്തിന് പിന്നിൽ നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമേതുമില്ല. കാരണം ഈ പ്രദേശം എന്ന് പറയുന്നത് എപ്പോഴും തിരക്കുണ്ടാകുന്ന ഒരു ഏരിയയാണ്. നമുക്ക് തന്നെ അറിയാം, രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ സുരക്ഷയുണ്ടാകുന്ന ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് ഈ പഹൽഗാം ആക്രമണവും ഒപ്പം ഓപ്പറേഷൻ സിന്ദൂറിനൊക്കെ പിന്നാലെ തന്നെ വലിയ പരിശോധനകൾ നടക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ സംഭവിച്ചതിനെ കുറിച്ച് പറയുന്നത്, ഇന്നലെ തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ടാകാം, കോളേജ് വിദ്യാർത്ഥികളുണ്ടാകാം, ഓഫീസ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന ആളുകളുണ്ട്. അങ്ങനെ ഈ വൈകുന്നേര സമയം എന്ന് പറയുന്നത് മെട്രോയിൽ ഉൾപ്പെടെ വലിയ തിരക്കുണ്ടാകുന്ന ഒരു സമയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാഷ്വാലിറ്റി അവർ ലക്ഷ്യമിട്ടിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇവരുടെ നീക്കങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാൻ. ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ അന്വേഷണ സംഘങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ഇതിൽ തന്നെ ചെങ്കോട്ട പരിസരത്തിന് മുന്നിൽ ഈ തിരക്കുള്ള ഭാഗത്തേക്ക്, മാർക്കറ്റ് പരിസരത്തേക്ക് നീക്കാനായിരുന്നു, കാർ മാറ്റാനായിരുന്നു ശ്രമം. പക്ഷെ അതിന് സാധിച്ചില്ല. സിഗ്നലിൽ വാഹനം തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു, സിഗ്നൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ ബ്ലാസ്റ്റ് ഉണ്ടാകുന്നത്. അതിൽ തന്നെ 1/2 കിലോമീറ്ററിലധികം ഈ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ പൊട്ടിത്തെറിച്ച് പോയി എന്നാണ് പറയുന്നത്. പക്ഷെ അപ്പോൾ തന്നെ ഈ ആക്രമണം എന്ന് പറയുന്നത് എത്രത്തോളം തീവ്രമായിരുന്നു എന്ന് നമുക്ക് വ്യക്തമാക്കാൻ, അല്ലെങ്കിൽ നമുക്ക് അതിലൂടെ തന്നെ വ്യക്തമാകുന്നതാണ്. ഏതായാലും അന്വേഷണ സംഘങ്ങൾ, NIA ഉൾപ്പെടെയുള്ള സംഘങ്ങൾ പരിശോധന തുടരുകയാണ്. ഫോറൻസിക് സംഘങ്ങൾ സ്ഥലത്തുണ്ട്. ഇപ്പോൾ മാധ്യമങ്ങൾക്ക് ഇന്നലെ ആക്രമണം നടന്ന ആ പ്രദേശത്തേക്ക് പോകാനുള്ള അനുമതിയൊന്നുമില്ല. സ്വാഭാവികമായും ഇപ്പോൾ ഒരു വെള്ള തുണി വെച്ച് അവിടെ മറച്ചിരിക്കുകയാണ്. തൊട്ടിപ്പുറത്ത് ബാരിക്കേഡ് വെച്ച് മാധ്യമങ്ങളെ അവിടെ തടഞ്ഞിരിക്കുന്നുണ്ട്. അവിടെ പരിശോധനകളൊക്കെ തന്നെ ഇപ്പോൾ ആക്രമണം നടത്തിയിട്ട് ഏതാണ്ട് 12 മണിക്കൂർ ആവുന്നതേ ഉള്ളൂ. അതിനിടെ തന്നെ നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഏതായാലും മാധ്യമങ്ങളോടൊരു പ്രതികരണം നടത്താനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല. ഈ പറഞ്ഞതുപോലെ തന്നെ അത് അന്വേഷണത്തെ ബാധിക്കാനുള്ള സാധ്യതകളൊക്കെ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മാധ്യമങ്ങളോട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, അല്ലെങ്കിൽ എന്താണ് ഉണ്ടായതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴൊന്നും വരുത്താനുള്ള സാധ്യത ഏതായാലും അന്വേഷണം നടക്കേണ്ടതുണ്ട്. ആരാണ് ഇതിന് പിന്നിൽ, എന്തെങ്കിലും ഭീകരാക്രമണമാണോ എന്ന കാര്യത്തിൽ കൂടി സംശയം നിലനിൽക്കുകയാണ്. അക്കാര്യം ഒന്നും തന്നെ അന്വേഷണ സംഘങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ല. മറിച്ച് ഇന്നലെ ഇതേ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ അന്വേഷണ സംഘത്തോട് ആവർത്തിച്ച് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഈ ആക്രമണ സാധ്യത, ഈ ഭീകരാക്രമണ സാധ്യത തള്ളിക്കളയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെയാണ് അന്വേഷണ സംഘം അന്വേഷണം പുരോഗമിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഫരീദാബാദിലെ സ്ഫോടക വസ്തു പിടിച്ചെടുത്തുമായി ബന്ധപ്പെട്ട് ആ രീതിയിൽ കൂടി, അതുമായി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ കൂടി അന്വേഷണം നടക്കുന്നുണ്ട്. ഏതായാലും അന്വേഷണ സംഘം തന്നെയാണ് എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടത്. സജു ഈ പ്രദേശത്ത് നിന്ന് തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സജു, ഈ പറഞ്ഞതുപോലെ തന്നെ ആസൂത്രിതമായ ഒരു ആക്രമണമാണ് അവർ നടന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയം ഒന്നും ഇപ്പോൾ നിലനിൽക്കുന്നില്ല. പക്ഷേ ഈ 3 പേരെന്ന് പറയുന്നത് അത് ആരാണ്, അല്ലെങ്കിൽ അവരെന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്, എന്തിനാണ് ഈ കാർ വിൽപ്പന നടത്തിയത്, ഈ കാർ വിൽപ്പന നടത്തിയതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അതും ഒരു ആസൂത്രിതമായ നീക്കമാണോ, അക്കാര്യത്തിലൊക്കെ ഒരു സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിലൊരു വ്യക്തത വരുത്താൻ തന്നെയല്ലേ അന്വേഷണ സംഘത്തിന്റെ ഇപ്പോഴത്തെ ശ്രമം? അനീഷ, അങ്ങനെ തന്നെയാണ്. എന്തായാലും പ്രധാനമായിട്ടും ഈ വാഹനത്തിൽ ഉണ്ടായ 3 പേർ അവർ ആരൊക്കെയാണ് എന്നുള്ളതിൽ ഇനിയിപ്പോൾ കൂടുതൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ഒരാൾ പുൽവാമ സ്വദേശിയാണെന്നുള്ള കാര്യം ഇന്നലെ തന്നെ വ്യക്തമായിരുന്നു. എന്തായാലും അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇന്നലെ തന്നെ പോലീസ് ആരംഭിച്ചിരുന്നു. ബാക്കി 2 പേർ ആര് എന്നുള്ളതിലുള്ള വ്യക്തതയാണ് ഇനിയിപ്പോൾ വരുത്തേണ്ടത്. എന്തായാലും 8 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഇവിടെ രാവിലെ തന്നെ അന്വേഷണ സംഘം പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഫോറൻസിക് വിദഗ്ധരടക്കം ഇന്നലെ തന്നെ സ്ഥലത്തെത്തുകയും അവരിപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ചില സാധനങ്ങൾ ശേഖരിച്ചതിനു ശേഷം അവരിപ്പോൾ വരുന്നതിന് ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വിവിധ സ്ഥലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ചില ആക്രമണങ്ങൾ അല്ലെങ്കിൽ സ്ഫോടനങ്ങൾക്ക് പദ്ധതി ഇട്ടിരുന്നതായിട്ടുള്ള ചില വിവരങ്ങളൊക്കെയും ഇന്നലെ തന്നെ ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനകളൊക്കെയും ആരംഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഇന്ത്യയിലെ വിവിധ മെട്രോപൊളിറ്റൻ സിറ്റികളടക്കം അതീവ സുരക്ഷ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൊൽക്കത്ത, മുംബൈ, ഡൽഹി അടക്കമുള്ള സ്ഥലങ്ങളിലാണ് അതീവ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഡൽഹിയിലെ തന്ത്രപ്രധാനമായിട്ടുള്ള എല്ലാ മേഖലകളിലും
വലിയ സുരക്ഷയാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യത്തെ നടുക്കിയ അല്ലെങ്കിൽ രാജ്യ തലസ്ഥാനത്ത് നടക്കിയ ഒരു സ്ഫോടനം തന്നെയാണ് ഇന്നലെ ഉണ്ടായിരിക്കുന്നത്. അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. NIA ഇപ്പോൾ ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ UAPA ചുമത്തിയുള്ള അന്വേഷണം ആയതുകൊണ്ട് തന്നെ ഭീകരാക്രമണ സാധ്യതയാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത്. എന്തായാലും അതിലൊരു വ്യക്തത വരുത്തേണ്ടത് അന്വേഷണ സംഘങ്ങൾ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് ആ ഒരു വെള്ള തുണി കൊണ്ട് സ്ഫോടനമുണ്ടായ സ്ഥലം മറച്ചിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, അതോടൊപ്പം തന്നെ CRPF ഉദ്യോഗസ്ഥരുണ്ട്. അവരിപ്പോൾ പരിശോധന ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ആക്രമണം ഉണ്ടായി അല്ലെങ്കിൽ സ്ഫോടനം ഉണ്ടായിട്ട് 12 മണിക്കൂർ ഇപ്പോൾ പിന്നിടുകയാണ്. 12 മണിക്കൂർ ആവുമ്പോഴേക്കും കൃത്യമായിട്ടുള്ള ഒരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട്. ഈ I-20 വാഹനം എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ് ഇപ്പോൾ കൂടുതൽ വ്യക്തത വരുത്തേണ്ടത്. നമുക്കറിയാം ഈ റോഡിന്റെ ഇരുവശങ്ങളിലും CCTV ക്യാമറകളുണ്ട്. ഇത് വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു മേഖലയാണ് ചെങ്കോട്ട പരിസരം. സ്വാതന്ത്ര്യദിനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ലെങ്കിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇവിടെയാണ് പതാക ഉയർത്തുന്നത്. അപ്പോൾ അത്തരത്തിൽ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു മേഖലയിൽ ഒരു സ്ഫോടനം ഉണ്ടാകുമ്പോൾ അതിൽ എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ, പ്രത്യേകിച്ച് സുരക്ഷാ വീഴ്ചകൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലടക്കം വ്യക്തത വരുത്തേണ്ട